എല്ലാവരും ഈ വീഡിയോയുടെ തമ്പ് കണ്ട് തന്നെ വീഡിയോ കാണാൻ തീരുമാനിച്ചവരായിരിക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്കത് ഒരിക്കലും വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കില്ല. കാരണം ഇത് നിങ്ങൾ അറിയാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. എന്താണ് പറയാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം HSA എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകളായിരിക്കും അല്ലേ നിങ്ങളെല്ലാവരും. സാധാരണ രീതിയിൽ തുളസി പോർട്ടലിൽ അപ്ലിക്കേഷൻ വരുന്നു, അപ്ലൈ നൗ കാണുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നു. കഴിഞ്ഞോ നമ്മുടെ പരിപാടി? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല കോച്ചിങ് എവിടെ കിട്ടുന്നു എന്ന് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, പഠിക്കാൻ തുടങ്ങുന്നു, പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങളിൽ പലരും കഴിഞ്ഞ HSA എഴുതിയവരായിരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്ത് നടന്ന LPUP എക്സാം എഴുതിയവരായിരിക്കാം. ഇതിലൊന്നും നിങ്ങൾക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിലും വലിയൊരു കാര്യമാണല്ലോ എന്ന് വെച്ച് HSA കാണുന്ന ആളുകളായിരിക്കാം. സോ ശരിക്കും LPUPയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു ജോലി തന്നെയാണ് HSA. പക്ഷേ അത് ഇത്തവണ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ഒരിക്കലും അധ്യാപകരാകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് ഞാൻ പറയാം. കഴിഞ്ഞ LPUP എഴുതുമ്പോൾ തൊട്ട് പറയുന്ന കാര്യമാണ് അല്ലേ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻസിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുമെന്നത്. നിങ്ങൾക്ക് ഒരു 33+ ഏജിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 30 കഴിഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പം വന്ന HSA എന്ന് പറയുന്നതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് BEd പ്ലസ് കേറ്റഡ് കാറ്റഗറി 3 ആണ്. 100% ഉറപ്പായ ഒരു കാര്യമാണ്, ഇനി ഒരിക്കലും ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ HSA കാറ്റഗറി അല്ലെങ്കിൽ HSA ലെവൽ എക്സാം കോൾ ഫോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതായത് ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു എക്സാം വെറും ഡിഗ്രി BEdും കേറ്റഡ് കാറ്റഗറി 3യും കൊണ്ട് എഴുതാൻ പറ്റില്ല. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്, അത് പുതിയ അറിവൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന അധ്യാപന അവസരങ്ങൾ എന്തായിരിക്കും? അടുത്ത LPUP ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു PG എടുത്ത് സെറ്റ് ക്വാളിഫൈ ചെയ്ത് HSST ആണോ? നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണ്. 2023 അല്ലെങ്കിൽ 2024 ആദ്യം ലിസ്റ്റ് നിലവിൽ വന്ന സബ്ജക്റ്റുകളാണ് ഇക്കഴിഞ്ഞ എല്ലാ HSA സബ്ജക്റ്റുകളും. അതുപോലെ തന്നെ ഏകദേശം HSST സബ്ജക്റ്റുകളൊക്കെ വിളിച്ചു, അതിൻ്റെ അടുത്ത ലെവലും ഇപ്പോൾ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ എത്ര സമയമുണ്ട്? ഞാൻ പേടിപ്പിക്കുകയല്ല, പക്ഷെ വാസ്തവം ഇതാണ്. ഇത്തവണ നിങ്ങൾക്ക് HSA നേടാൻ സാധിച്ചില്ലെങ്കിൽ ഏജ് വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങളൊരു 3 വർഷം മുൻപ് HSAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള സാഹചര്യമാണോ ഇപ്പോൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. 3 വർഷം മുൻപ് കല്യാണം കഴിയാത്ത ആളുകളായിരിക്കാം, ഇപ്പം കല്യാണം കഴിഞ്ഞു, ഫാമിലിയായി, അതിലൊരു മാറ്റം വന്നു. 3 കൊല്ലം മുന്നേ എന്താ പറയുക, വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കാം നിങ്ങളുടെ കയ്യിൽ. ഇപ്പം അവർ കുറച്ചുകൂടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി, അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി. നമ്മുടെ പാരൻസിൻ്റെ കാര്യം എടുക്കുക അല്ലേ, 1 മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നിലുള്ള വർഷങ്ങളിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ കൂടുക എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും ഫ്രീ ആകാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഏജ് കൂടുക എന്ന് പറയുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, നമുക്ക് പല രീതിയിലുള്ള വീക്ക്നെസ്, ഒരിക്കലും ഞാൻ ഫിസിക്കൽ നിങ്ങൾക്കൊരു അസുഖം അതല്ല നമ്മൾ പറയുന്നത്, നമുക്ക് എന്താ സമയക്കുറവ് വരും. അപ്പോൾ അത് മാനസികമായി നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും ആ കാര്യങ്ങൾ. അത് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നല്ല ടെൻഷൻ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് നല്ലതായിരിക്കുമോ? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള സമയം, അതായത് ഏകദേശം ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ എക്സാം വരും എന്നതിൽ വലിയ സംശയമില്ല. അപ്പം നമ്മുടെ മുന്നിലുള്ള ഈ സമയം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക. നിങ്ങൾ ആദ്യമായി എഴുതുന്നവരാവട്ടെ, 3ാമത്തെ HSA ആവട്ടെ, അല്ലെങ്കിൽ ഇതിനു മുൻപ് എഴുതിയ ഒരുപാട് PSC പരീക്ഷകൾ എഴുതിയ വ്യക്തികളാവട്ടെ, എന്തുമാവട്ടെ. പക്ഷെ നിങ്ങളുള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇനി എനിക്ക് ഒരു ചാൻസ് ഇല്ല, കഴിഞ്ഞു, ഇത് എൻ്റെ അവസാനത്തെ PSC പരീക്ഷയാണ്, ഈ 1.5 മണിക്കൂറാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ പേടിപ്പിക്കാൻ പറയുകയല്ല,
നിങ്ങൾ പറയൂലേ, ചിലപ്പോൾ പറയും നിങ്ങൾ, ഞങ്ങൾക്ക് ഉറക്കമേ ഇല്ല, ഉറക്കം നഷ്ടപ്പെട്ടു എന്നൊക്കെ. അബ്ദുൽ കലാം സാർ പറഞ്ഞ വലിയ ഒരു എന്താ പറയുക കാര്യമുണ്ട്. എന്തായിരുന്നു? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല അല്ലേ, നമ്മളെ ഉറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മാറ്റുന്നതാണ് സ്വപ്നങ്ങൾ എന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ലൊരു സൈനാണ്, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. അതുകൊണ്ട് തന്നെ 30+ ഏജ് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് അവസാന ചാൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഇനി PG എടുക്കണം, BEd കഴിയണം, സെറ്റ് നേടണം, എങ്കിൽ മാത്രമാവാം HSC എഴുതാൻ സാധ്യത. എങ്കിലും HSCയുടെ ഇനി വരാൻ പോകുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. PG BEd നിർബന്ധമാക്കി എന്ന് മാത്രമേ അറിയൂ. അതിൻ്റെ ക്വാളിഫയിങ് എക്സാമിൽ എത്രത്തോളം മാറ്റം വരും എന്നൊന്നും നമുക്ക് വലിയ ധാരണയില്ല. അപ്പം എന്തിനാണ് 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഏജ് നോക്കിക്കേ, ഇന്ന് കയറിയാൽ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ആ ഒരു സീനിയോറിറ്റി നിങ്ങളുടെ ജോലിയിൽ ലഭിക്കും. അടുത്തൊരു പരീക്ഷ നടന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കുമ്പോഴേക്കും മിനിമം 4 വർഷം എടുക്കും. അപ്പം 4 വർഷം എന്തിനാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ സാലറി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ സെറ്റിൽ ആവുക. പൊതുവേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, MBBS കഴിഞ്ഞവരെയൊക്കെ ഡോക്ടർ എന്ന് വിളിക്കുന്നു അല്ലേ, BTech കഴിഞ്ഞവരെ നമ്മൾ ജസ്റ്റ് പറയും, ഇയാൾ BTech കഴിഞ്ഞു, എൻജിനീയർ ആണെന്ന് പറയും. അതുപോലൊരു പ്രൊഫഷണൽ കോഴ്സാണ് BEd എന്ന് പറയുന്നത്. BEd കഴിഞ്ഞ എത്ര പേരെ നമ്മളെ അധ്യാപകരായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? അധ്യാപകരാകണമെങ്കിൽ മിനിമം അടുത്ത് അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന വിദ്യാലയത്തിലെ അധ്യാപികയോ അധ്യാപകനോ ആകണം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണോ അല്ലേ. അല്ലാതെ നിങ്ങളെങ്കിലും മനസ്സറിഞ്ഞ് അധ്യാപകൻ എന്ന് മനസ്സിൽ വിചാരിക്കാറുണ്ടോ? നമ്മൾ തന്നെ നമ്മളെ അധ്യാപകരായിട്ട് അഭിസംബോധന ചെയ്യാത്തിടത്തോളം കാലം വേറെ ആരാണ് നമ്മളെ കൺസിഡർ ചെയ്യുക? സോ നിങ്ങൾക്ക് സ്വയം പ്രൂവ് ചെയ്യാനും അല്ലേ, നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം തന്നെയാണ്. എത്രത്തോളം സന്തോഷമായിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായും അതെ, എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ടീച്ചിങ്, അതും നമ്മുടെ മുന്നിൽ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മക്കളെ പഠിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഏകദേശം പടിവാതിൽക്കലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ അവസരം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഏറ്റവും വലിയ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിരിക്കും. മറക്കരുത്, ഇനിയും മുന്നിൽ സമയമുണ്ട്. നിങ്ങളെ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ സഹായിക്കാൻ ജനറൽ പേപ്പറിലെ പോർഷൻസുമായിട്ട് തീർച്ചയായും ഞാൻ ഈ ചാനലിലൂടെ എത്തുന്നതായിരിക്കും. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. HSA ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്